അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തംബീഹ് തലബിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന നമ്മുടെ റമീസ് മുസ്ലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഹക്കീം മുസ്ലിയാർ വെങ്ങപ്പള്ളി, മുഖ്യപ്രഭാഷണം നിർവഹിച്ച സലീം മുസ്ലിയാർ മുടിക്കോട്, മറ്റ് വിദ്യാർത്ഥികളെ, മഹത്തായ സാഹിത്യ സമാജത്തിന്റെ മുഹറം സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഈ സംഗമം ഈ കാലത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുക എന്നർത്ഥം. മുഹറം ഇസ്ലാമിക കലണ്ടറിലെ 1-ാമത്തെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പിറന്ന നാട്ടിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് പോയി എന്നുള്ളതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എല്ലാം ഒഴിവാക്കി എന്നർത്ഥം, എല്ലാം ഇട്ടേച്ചു പോയി എന്നർത്ഥം. ഹിജ്റ. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു. അപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു. നബി ജനിച്ച മണ്ണിൽ നിന്ന് നബി പോവുകയാണ്. എവിടേക്ക്? മദീനയിലേക്ക്. എന്തിനു വേണ്ടി? ജീവിക്കാൻ പറ്റായിട്ട്. കള്ളനെന്ന്, കൊള്ളക്കാരന്, ഭ്രാന്തന് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുത്തുനബിന്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ടു മസ്ജിദുൽ ഹറാമിൽ സുജൂദിൽ കിടക്കുന്ന ആ മുത്തുനബിയുടെ ശരീരത്തിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടലും ബ്ലാഡറുകളും കുഞ്ഞിക്കരങ്ങളെ കൊണ്ട് എടുത്തു വരാൻ, അത് എടുത്തിടാൻ വേണ്ടി വരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അത് കണ്ടിട്ട് അറബികൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഫാത്തിമ ബീവിക്ക് അത് കഴിയുന്നില്ല. കഷ്ടപ്പെട്ട് ആ കൈകളെ കൊണ്ട് അത് എടുത്തു മാറ്റി. അള്ളാന്റെ റസൂൽ എണീറ്റു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അബ്തർ എന്ന ആക്ഷേപം വന്നു. അബ്തർ എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായിട്ട് ആൺകുട്ടികളൊന്നും ഇല്ലാത്ത ഉപ്പാർക്ക് പറയുന്ന പേരാണ് അബ്തർ. ഒരു തലമുറ ഇല്ലാതായി കഴിഞ്ഞാൽ ഓർക്ക് അബ്തർ എന്നാ പറയാം, വാലറ്റവൻ. അള്ളാന്റെ റസൂലിന് ഒരു ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി മരിച്ചുപോയി. അപ്പോൾ അറബികൾ പറഞ്ഞു, മുഹമ്മദ് അബ്തറാണ്, മുഹമ്മദ് അബ്തറാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങി, നബിയെ സങ്കടപ്പെടണ്ട, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട്. ഹൗദുൽ കൗസർ ഇങ്ങനെ വാരി കോരി കൊടുക്കാനുള്ള ആ പാനപാത്രത്തിന്റെ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഫസ്വല്ലി, നബി അതുകൊണ്ട് നിസ്കരിക്കുക നിങ്ങൾ, ലിറബ്ബിക, നിങ്ങൾ റബ്ബിന്, വൻഹർ, നിങ്ങൾ അറവ് നടത്തണം. ഇന്ന ശാനി അകഹുവൽ അബ്തർ, നബിയെ അവരാ അബ്തർ, നിങ്ങളല്ല. ഓല് പറഞ്ഞോട്ടെ നബിയെ, എന്തിനാ നിങ്ങൾ വിഷമിക്കണത്? അബ്തർ അവരാണ്. അപ്പൊ നബിത്തങ്ങൾ അബ്തർ എന്ന് മുശ്രിക്കുകൾ വിളിച്ചപ്പോ ഖുർആൻ അള്ളാഹ് ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങളല്ല അബ്തർ, അബ്തർ അവരാണ്. ഇതൊക്കെ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന അപങ്കുരമായ കൂർത്ത മൂർത്ത പാറക്കല്ലുകളെ കൊണ്ട് ശരങ്ങൾ എഴുതുവിടും പോലെ അള്ളാന്റെ റസൂലിനെതിരെ അതിശക്തമായ കുപ്രചരണങ്ങളുടെ മാലപ്പടക്കത്തിന് അവർ തിരികൊളുക്കുകയായിരുന്നു. അള്ളാന്റെ റസൂലിനെ കാണുന്നവർ ഉടൻ തന്നെ തലവെട്ടിയാൽ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ദാറുന്നദവ എന്ന ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ വകവരുത്തുന്നവർക്ക് ഞങ്ങൾ 100 ഒട്ടകം കൊടുക്കാം. എല്ലാവരും പ്രതീക്ഷയോടുകൂടെ 100 ഒട്ടകം സ്വപ്നം കാണുകയാണ്. 4 പാടും മുഹമ്മദിനെ തെരഞ്ഞു പോകുന്നു. അള്ളാന്റെ റസൂൽ ഖാറു സൗറിൽ അഭയം തേടിയിരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന മുത്തുനബി ഈ വിവരം അറിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്ന് മുഹമ്മദിനെ വകവരുത്താൻ ആളിറങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോ
വീട്ടിൽ അലിയാർ തങ്ങളെ കിടത്തിയിട്ട് അള്ളാന്റെ റസൂൽ ഇറങ്ങിപ്പോയിട്ട് ഹാറു സൗറിൽ കാലും നീട്ടിയിരിക്കുന്ന സിദ്ദീഖിന്റെ മടിയിൽ മുത്തുനബി തങ്ങൾ തല താഴ്ത്തി കിടക്കുമ്പോ അവിടെ വരുന്നുണ്ട് സുറാഖത്ത് ബിൻ മാലിക്. അതുപോലെ പല ശത്രുക്കൾ വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിടിക്കാൻ വരുന്ന ശത്രുക്കളുടെ കാലൊച്ച കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, റസൂലേ, നിങ്ങളെ പിടിക്കാൻ വരുന്നവരുടെ കാലിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, പിടിക്കുമോ നബിയേ? ഉടൻ തന്നെ പറഞ്ഞു, അബൂബക്കറേ, നീ എന്താണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരല്ല, രണ്ടിന്റെ ഒരു വലിയ മൂന്നാമനുണ്ട് അബൂബക്കറേ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹു ഒരിക്കലും നമ്മെ പിടികൊടുക്കൂല. തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബറിന് ആശ്വാസം പകർന്നു കൊടുക്കുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ പോവുകയാണ്, യാത്ര പോവാണ്. പോകുന്ന വഴിയിൽ അതാ അല്ലാഹുവിന്റെ റസൂലിനെ സുറാഖത്ത് ബിൻ മാലിക് കാണുകയാണ്. 100 ഒട്ടകം സ്വപ്നം അണപൊട്ടുകയാണ് മനസ്സിൽ. സുറാഖത്ത് ബിൻ മാലിക് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് എത്തിയ ഉടനെ തന്നെ മുത്തുനബിയെ പിടിക്കാൻ വേണ്ടി അങ്ങ് കൈനീട്ടിയപ്പോഴേക്കും തന്റെ ഒട്ടകത്തിന്റെ 2 കൈകളും ഭൂമിയിലേക്ക് ആണ്ടുപോയി. അള്ളാന്റെ റസൂലിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ സുറാഖ വിളിച്ചു പറഞ്ഞു, മുഹമ്മദേ, മാപ്പ് തരണം മുഹമ്മദേ, ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പിടിക്കാൻ വരൂല. അള്ളാന്റെ റസൂല് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, കരുണ ചെയ്യുന്നവരാണ്. സുറാഖക്ക് മാപ്പ് കൊടുത്തു. സുറാഖ വീണ്ടും മനസ്സിന്റെ ഉള്ളിൽ 100 ഒട്ടകം ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. പിന്നെയും മുത്തുനബിയുടെ പിന്നാലെ തന്റെ കുതിരന്റെ കടിഞ്ഞാൻ പിടിച്ചു വലിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ടും സുറാഖയുടെ ഒട്ടകത്തിന്റെ കൈകൾ മുന്നിലേക്ക് ഭൂമിയിലേക്ക് ആണ്ടു. 2 കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ പിന്നീട് സുറാഖ അതിൽ നിന്ന് പിന്മാറി. ഉടൻ തന്നെ സുറാഖയോട് പറഞ്ഞു, സുറാഖ, കിസ്റയുടെയും കൈസറിന്റെയും ചെങ്കോലുകൾ, അധികാരത്തിന്റെ ചെങ്കോല് നിന്റെ കൈകളിൽ, അതിന്റെ വളകൾ നിന്റെ കയ്യിൽ അണിയുന്ന ഒരു കാലം വരും. സുറാഖ ഇസ്ലാമിക്ക് വന്നു. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് പിന്നീട് സുറാഖക്ക് ആ അധികാരത്തിന്റെ ഗവർണർ പട്ടം, ആ അധികാരത്തിന്റെ ചെങ്കോല് വളകൾ തന്റെ കൈകളിലേക്ക് ഏന്തി. അത് മുത്തുനബി തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് പുലരുകയായിരുന്നു. അതാ യാത്ര. അള്ളാന്റെ റസൂൽ അങ്ങ് പോയി മദീനയിലേക്ക് ചെന്നു. മദീനയിലേക്ക് വരുമ്പോ അവിടെയുള്ള ആളുകൾ അള്ളാന്റെ റസൂലിനെ സ്വീകരിക്കുന്നു. വാജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. ഇതും ചൊല്ലി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് വരവേറ്റു. അവിടുന്ന് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചു. അതാണ് മദീന. ലോകത്തെ ഏറ്റവും അമൂല്യമുള്ള മണ്ണ് തുർബത്തുൽ മദീന, മദീനന്റെ മണ്ണാണ്. മദീനയുള്ള മനുഷ്യന്മാർ ഇപ്പോഴും നല്ല മനുഷ്യന്മാരാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി തങ്ങൾക്ക് പോവേണ്ടി വന്നത് ഹിജറയാണ്. ഈ ഹിജറ എന്ന സംഭവം പിന്നീട് ഇസ്ലാമിക കലണ്ടറിലെ കാലഗണനക്ക് നിർവചിക്കാൻ ഒരു തീരുമാനമെടുത്തത് ഈ ഒരു യാത്ര വെച്ചിട്ടാണ്. ഹിജറ വർഷം 1-ാം വർഷം, ഹിജറ 2-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം, ഹിജറ 3-ാം വർഷം, ഹിജറ 6-ാം വർഷമാണ് കൊടുങ്ങല്ലൂരിൽ പള്ളിണ്ടാക്കിയത്. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടാക്കിയിരുന്നത്. മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങളെ ഓർക്കുന്ന ഒരു മാസമാണ് മുഹറം മാസം. മുത്തുനബിയുടെ പേരക്കിടാവ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു
കർബലയിൽ വെച്ചുകൊണ്ട് വീരമൃത്യം വരിച്ചത് ഈ മുഹറം മാസത്തിന്റെ മുഹറം 10-നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങിയത് ഈ മുഹറം മാസത്തിലാണ്. ഇനി ഭൂമികൾ മുഴുവനും തകർന്ന് തരിപ്പടമായി ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. നബിയേ, ഖാരിഅ എന്നാൽ എന്താണെന്നറിയുമോ? വമാ അദ്റാക മൽ ഖാരിഅ. ഖാരിഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഭയങ്കരമായ മുട്ടുന്ന ഒരു ശബ്ദത്തിന്റെ പേരാണ് ഖാരിഅ. എന്ന് പറഞ്ഞ് ആ ഒരു മുട്ടുന്ന ഒരു പ്രത്യേക ശബ്ദം, ആ ശബ്ദം വന്നാൽ ആളുകൾ പേടിച്ചു പോകും. ഈ മുട്ടൽ ഇത് എന്താണെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? യൗമ, അതൊരു ദിവസമാണ്. യകൂനുന്നാസു, അന്ന് ജനങ്ങളാകും കൽ ഫറാശിൽ മബ്തൂഫ്, വിതറപ്പെട്ട പാറ്റകളെ പോലെയാകും. അന്നത്തെ ദിവസം ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആകെ അങ്ങോട്ട് മുളച്ച് പൊന്തുന്ന പാറ്റകളില്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒന്നുകൊണ്ട് വെള്ളം വലിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആകുമ്പോ ചെറിയ കുഴിയിൽ നിന്ന് പാറ്റകൾ പുറത്തേക്ക് വരൂലേ? എവിടുക്കാണെന്ന് ലക്ഷ്യമില്ലല്ലോ. വിതറപ്പെട്ട പാറ്റകൾ, ആയിരക്കണക്കിന് പാറ്റകൾ വരും. അതുപോലെ ഏകാരം മനുഷ്യന്മാരും. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത ധൂളികളെ പോലെ പർവ്വതങ്ങളൊക്കെ പഞ്ഞു പോലെയാകും. അമ്മാമൻ സഖുലത്ത് മവാസീനു, നന്മകൾ തൂങ്ങിയാൽ അവൻ നല്ല തൃപ്തിയുള്ള ജീവിതം കിട്ടും ആഖിറത്തിൽ. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനു, തിന്മകളാണ് തൂങ്ങിയതെങ്കിൽ അവന്റെ അഭയസ്ഥാനം ഹാവിയ, ഹാവിയ എന്ന പേരുള്ള നരകമാണ്. നബിയെ, നിങ്ങൾക്ക് ഹാവിയെ കുറിച്ച് അറിയുമോ? അത് നാറുൻ ഹാമിയ, അത് ആളിക്കത്തുന്ന ചൂടുള്ള നരകത്തിന്റെ തീജ്വാലയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.